സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 59, 1-2 തിരുവചനങ്ങൾ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവിടുന്ന് കേൾക്കാതെ വണ്ണം അവിടുത്തെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. കർത്താവിൽ പ്രിയരെ, നമ്മിൽ പലരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും ദൈനംദിന കാര്യങ്ങളിലൊന്നാണ്. എന്നാൽ പലപ്പോഴും ചിലരെങ്കിലും, പ്രാർത്ഥിക്കുന്ന ചിലരെങ്കിലും പറയാറുണ്ട്, ഞാൻ ദീർഘവർഷങ്ങളായി പല വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എനിക്ക് ഉത്തരമില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? ദൈവം എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നില്ലയോ? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പല വിഷയങ്ങൾ, അതൊരു വീടിനാകാം, ഒരു തലമുറയ്ക്കാകാം, സാമ്പത്തിക ഭദ്രതയ്ക്കാകാം, നമ്മുടെ മക്കളുടെ ആവശ്യങ്ങളാകാം, വിവാഹ ആവശ്യമാകാം, എന്തുമായിക്കൊള്ളട്ടെ, ചെറുതും വലുതുമായ ആത്മീകവും ഭൗതികവുമായ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, എന്നാൽ ഉത്തരം ലഭിക്കുന്നില്ല. എന്താണ് അതിന് കാരണം? ഇവിടെ യെശയ്യാ പ്രവാചകൻ വഴി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1, അകൃത്യങ്ങൾ. 2, പാപങ്ങൾ. കൃത്യമല്ലാത്തതൊക്കെ അകൃത്യമാണ്. ദൈവം തൻ്റെ മാറ്റമില്ലാത്ത വചനം കൃത്യമായി അനുസരിച്ച് നടക്കേണ്ടതിന് അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്. വീണ്ടും പറയട്ടെ, ദൈവം തൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഭൂമിയിലെ ഭക്തർ അഥവാ മനുഷ്യർ അനുസരിച്ച് നടക്കേണ്ടതിന്, അനുസരിച്ച് ജീവിക്കേണ്ടതിന് അവയെ കൃത്യമായി കൽപ്പിച്ചു തന്നിരിക്കുന്നു. കൃത്യമായി അനുസരിക്കുവാനുള്ള തിരുവചനങ്ങൾ നാം ലംഘിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ അകൃത്യം ചെയ്യുന്നവരുടെ പട്ടികയിലാവുന്നു. ഇങ്ങനെ നാം അകൃത്യം ചെയ്യുമ്പോൾ നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് അതൊരു തടസ്സമായി മാറ്റപ്പെടുന്നു. രണ്ടാമതായി നാം വായിച്ചു കേട്ട വേദഭാഗത്ത് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ ദൈവം കേൾക്കാതെ വണ്ണം അവിടുത്തെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്നാണ്. നിയമ ലംഘനമാണ് പാപം. നിയമങ്ങൾ നമുക്കറിയാം, റോഡ് നിയമങ്ങൾ, മറ്റു ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ, ഇതെല്ലാം ഓരോ പൗരനും അനുസരിച്ച് നടക്കുവാൻ ബാധ്യസ്ഥരാണ്. നിയമ ലംഘകർ അഥവാ നിയമങ്ങളെ ലംഘിക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നതിന് കാരണമായിത്തീരുന്നു. പാപം ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റുന്ന പ്രധാന ഘടകമാണ്. വീണ്ടും പറയട്ടെ, പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്ന പ്രധാന ഘടകമാണ്. നാം പാപം ചെയ്യുമ്പോൾ, എന്താണ് പാപം? അതൊരു നീണ്ട പട്ടികയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ചെയ്തുകൂടാത്തത്, അരുതാത്തത്, ദൈവം വിലക്കിയിരിക്കുന്നത്, ദൈവം വെറുക്കുന്നത്,
ഇതിനെല്ലാം ചേർത്ത് ഒറ്റ വാക്കിൽ പാപമെന്ന് പറയാം. 10 കൽപ്പനകളിൽ അരുത് 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 എന്ന് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇതെല്ലാം നമുക്കറിയാം. അതെ, പാപങ്ങൾ. നാം പാപം ചെയ്യുമ്പോൾ, അകൃത്യങ്ങൾ നമ്മിലുള്ളപ്പോൾ നാം എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ആദ്യം നാം ചെയ്യേണ്ടത് കർത്താവിൻ്റെ തിരുരക്തത്തിൽ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്രകാരം ശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാനിടയാവും. ആമേൻ.